എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലാറ്റെക്സ് എന്ന ടൈപ്പ് സെറ്റിംഗ് സോഫ്റ്റ്വെയറിനെയാണ്. എൻ്റെ പേര് ഹാരിസ് വാഹിദ്. വെൽക്കം ടു അനദർ വീഡിയോ. ലാറ്റെക്സ് എന്നത് ഒരു ഫ്രീ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ സോഫ്റ്റ്വെയർ ആണ്. പ്രധാനമായും ടെക്നിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് ഡോക്യുമെന്റേഷൻ പ്രിപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണിത്. പ്രസന്റേഷൻ, റിപ്പോർട്ട്സ് തുടങ്ങിയവ വളരെ പ്രൊഫഷണലായി ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബേസിക് കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതി റൺ ചെയ്യുന്നത് പോലെയാണ് ലാറ്റെക്സിന്റെ വർക്കിംഗ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ വളരെ സിമ്പിളായി ഇതിൽ ചെയ്യാൻ സാധിക്കുന്നു. ഇതിന്റെ കോഡ് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്. ആയതിനാൽ ഇത് എവിടെയും നമുക്ക് കൊണ്ടുപോയി റൺ ചെയ്യാൻ സാധിക്കും. ലാറ്റെക്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് അതിന്റെ ഫോർമാറ്റിംഗ് പാർട്ട് സോഫ്റ്റ്വെയർ തന്നെ ചെയ്യുമെന്നതിനാൽ ഇതിൽ വർക്കിംഗ് സിമ്പിൾ ആകുന്നു. കോഡ് എഴുതി ഡോക്യുമെന്റ് കണ്ടന്റ്സിനെ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യുമെന്നതിനാൽ ഇതൊരു ടൈം സേവിംഗ് ടൈപ്പ് സെറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ലാറ്റെക്സ് സോഫ്റ്റ്വെയർ വിൻഡോസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യുന്നതാണ് ഈ വീഡിയോ. അതിനായി ലാറ്റെക്സ് മാക്രോസ് അടങ്ങുന്ന ഒരു സോഫ്റ്റ്വെയറും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് എഡിറ്ററും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാറ്റെക്സിന്റെ വിൻഡോസ് വേർഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് MiKTeX. ഇതിൽ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടെങ്കിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആൻഡ് സിമ്പിളായ മറ്റൊരു സോഫ്റ്റ്വെയറാണ് WinEdt. ആയതിനാൽ MiKTexന്റെ കൂടെ ഞാനിപ്പോൾ WinEdt ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം MiKTeX ഡൗൺലോഡ് ചെയ്യാം. അതിനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം MiKTexന്റെ ഒഫീഷ്യൽ സൈറ്റ് കണ്ടെത്തണം. ഇതിൽ ഡൗൺലോഡ് ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇൻസ്റ്റാളറിന് താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ 195 MB ഉള്ള MiKTeX ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ലേറ്റസ്റ്റ് വെർഷൻസ് വിൻഡോസ് 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള കമ്പ്യൂട്ടറിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. 32-ബിറ്റ് സിസ്റ്റം ഉള്ളവർക്ക് പഴയ വെർഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അടുത്തതായി WinEdt ഡൗൺലോഡ് ചെയ്യാൻ WinEdt ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. ഇതിനുശേഷം ഡൗൺലോഡ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ WinEdt ഡൗൺലോഡ് പേജിലെത്തും. ഇവിടെ 32-ബിറ്റും 64-ബിറ്റും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ സിസ്റ്റം എത്ര ബിറ്റ് ആണെന്ന് അറിയാൻ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൈ PCയുടെ പ്രോപ്പർട്ടീസിൽ പോവുക. അവിടെ സിസ്റ്റം ടൈപ്പ് നോക്കി മനസ്സിലാക്കാം നമ്മുടെ സിസ്റ്റം 64-ബിറ്റ് ആണോ 32-ബിറ്റ് ആണോ. അതിനുശേഷം WinEdt അനുയോജ്യമായ വെർഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയ ശേഷം ആദ്യം MiKTeX ഇൻസ്റ്റാൾ ചെയ്യാം. ബ്രൗസറിലെ ഡൗൺലോഡ് ലിസ്റ്റിൽ നിന്നും MiKTeX ഇൻസ്റ്റാളർ കണ്ടെത്തി ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ കൊടുക്കുക. അടുത്ത വരുന്ന വിൻഡോയിൽ അക്സെപ്റ്റ് ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇതൊരു മൾട്ടി യൂസർ സിസ്റ്റം ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നാലേ എല്ലാ യൂസേഴ്സിനും പ്രോഗ്രാം യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അഡ്മിൻ പ്രിവിലേജോടുകൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. എൻ്റെ സിസ്റ്റം സിംഗിൾ യൂസർ ആയതുകൊണ്ട് ആദ്യ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാം നെക്സ്റ്റ് അടിച്ച ശേഷം സ്റ്റാർട്ട് കൊടുക്കുന്നതോടെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫയൽ കോപ്പി കംപ്ലീറ്റ് ആകുമ്പോൾ എനേബിൾ ആകുന്ന നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ചെക്ക് അപ്ഡേറ്റ്സ് ടിക്ക് എനേബിൾ ആക്കി നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തതായി WinEditന്റെ ഇൻസ്റ്റലേഷൻ. നെക്സ്റ്റ് അടിച്ച ശേഷം ലൈസൻസ് ടിക്ക് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുശേഷം അഡ്മിൻ ഇൻസ്റ്റലേഷൻ കൊടുക്കുക. അതല്ല സ്പെസിഫിക് യൂസറിന് മാത്രം മതിയെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റലേഷൻ എനേബിൾ ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് പോവുക. അതിനുശേഷം ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്നതാണ് WinEdit സോഫ്റ്റ്വെയറിന്റെ ഹോം പേജ്. ഇവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റിംഗ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത MiKTeX കോൺഫിഗർ ചെയ്യാനായിട്ട് ടാസ്ക് ബാറിൽ പോയി MiKTeX സോഫ്റ്റ്വെയർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ കൊടുക്കുക. ഇത് MiKTeX ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ചെക്ക് അപ്ഡേറ്റ് എനേബിൾ ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെ ഓപ്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓൾ പ്രോഗ്രാംസിൽ പോയി MiKTeX ഓപ്പൺ ചെയ്യാം.
MiKTeX കൺസോൾ വിൻഡോയിൽ ഇപ്പോൾ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാൻ യൂസർ ശ്രദ്ധിക്കണം. എന്നാലേ പുതിയ ഫീച്ചേഴ്സും ബഗ് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പുതിയ 5 അപ്ഡേറ്റ്സ് അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായി അപ്ഡേറ്റ്സ് ടാബിൽ പ്രസ് ചെയ്ത് അപ്ഡേറ്റ് നൗ കൊടുക്കുക. അപ്ഡേറ്റ് കഴിഞ്ഞ ശേഷം MiKTeX റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു മെസ്സേജ് ബോക്സ് വരും. ഓക്കെ പ്രസ് ചെയ്യുന്നതോടെ സോഫ്റ്റ്വെയർ ക്ലോസ് ആയി റീ ഓപ്പൺ ആകും. ഇനി നമുക്ക് കോഡ് എഴുതി പ്രോപ്പറായിട്ട് ഇത് റൺ ചെയ്യണമെങ്കിൽ അഡീഷണൽ ഫങ്ഷൻസ് ഉള്ള പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി പാക്കേജ് ടാബിൽ പോവുക. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ലിസ്റ്റിൽ എല്ലാം ഓരോ പാക്കേജസ് ആണ്. ഇതിൽ നമുക്ക് ആവശ്യം വേണ്ടത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണത്തിന് ആദ്യമായി AMS Math എന്ന പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇതിനായി ഈ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള ഫിൽട്ടർ ഐക്കൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമുക്കത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ബിൽറ്റിൻ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പാക്കേജുകളും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഉദാഹരണത്തിന് മാത്ത് ടൂൾ എന്ന ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം സെർച്ച് ബട്ടണിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഡൗൺലോഡ് ഐക്കൺ പ്രസ് ചെയ്യാം. പാക്കേജിന്റെ ഡീറ്റെയിൽസ് അറിയാനായി തൊട്ടടുത്തുള്ള ഐ ബട്ടൺ പ്രസ് ചെയ്യാം. ഇൻസ്റ്റലേഷൻ നടക്കുമ്പോൾ ഈ ബട്ടൺസ് ഒന്നും എനേബിൾ ആയിരിക്കില്ല. ഇനി ഒരു സാമ്പിൾ കോഡ് ചെയ്ത് നോക്കാം. അതിനായി WinEdt ഓപ്പൺ ചെയ്യുക. അവിടെ ലാറ്റക്സ് സ്ട്രക്ചറിൽ കണ്ടന്റ് എഴുതുക. അതിനുശേഷം മുകളിൽ കൊടുത്തിട്ടുള്ള PDF ടെക്സ്റ്റിഫൈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സേവ് ചെയ്യാൻ ചോദിക്കും. .tex എക്സ്റ്റൻഷനാണ് ഇതിൻ്റെ ഫയലുകൾ. ഈ ഫയൽ നമ്മൾ സേവ് ആക്കി വെക്കുക. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഫയൽസ് സേവ് ചെയ്ത് റണ്ണായ ശേഷം സേവ്ഡ് ഫയൽസ് കൂടാതെ കുറച്ച് അഡീഷണൽ സപ്പോർട്ടിംഗ് ഫയൽസ് കൂടി ജനറേറ്റ് ആകും. അപ്പോൾ ഡെസ്ക്ടോപ്പിലോ മറ്റോ സേവ് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പിൽ കുറേയധികം ഫയൽസ് ഒന്നിച്ചാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് റൺ ആവുന്നത് കാണാം. എറേഴ്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അടിയിൽ കാണിക്കും. അതിനുശേഷം നമ്മുടെ ഔട്ട്പുട്ട് ഡോക്യുമെന്റ് ഒരു PDF ആയി ഓപ്പൺ ആയി വരും. ഇതിനായി അഡോബ് റീഡർ ആണ് കൂടുതൽ കോമ്പാറ്റബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ നോക്കിയാൽ വിവിധ ഫോർമാറ്റിൽ കുറേ ഫയലുകൾ കാണാൻ സാധിക്കും. അതിലെ ടെക്സ്റ്റ് ഫയൽ നോക്കിയാൽ കൃത്യമായ ഡോക്യുമെന്റ് പ്രോഗ്രാം ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു വലിയ ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ കോഡ് കോപ്പി ചെയ്തെടുക്കുന്നു. ന്യൂ ഡോക്യുമെന്റ് ടാബ് എടുത്ത ശേഷം കോഡ് പേസ്റ്റ് ചെയ്തു. PDF ടെക്സ്റ്റിഫൈ പ്രസ് ചെയ്ത ശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് കോഡ് റൺ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇടയ്ക്ക് ഒരു ഡയലോഗ് ബോക്സ് വന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ഡയലോഗ് ബോക്സിലാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. ഇങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള പാക്കേജുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ മെസ്സേജിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്.
ഓരോ കോഡ് റൺ ചെയ്യാനും സ്പെസിഫിക് ആയിട്ടുള്ള പാക്കേജസുകൾ വേണം. അത് ലൈബ്രറിയിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള മെസ്സേജുകൾ യൂസറിന് ലഭിക്കുന്നത്. ഇവിടെ ഈ പാക്കേജിൻ്റെ പേരും മറ്റു കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പാക്കേജ് ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആകും. അതിനുശേഷം ബാക്കിൽ കമ്പൈൽ ആകുന്നതും കാണാം. അത് കഴിഞ്ഞ് PDF റീഡറിൽ അത് ഓപ്പൺ ആയി വരുന്നു. ഇത്രയുമാണ് ലാറ്റക്സ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷനും പാക്കേജ് ഇൻസ്റ്റലേഷനും മെത്തേഡുകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ദിസ് ഈസ് ഹാരിസ് വാഹിദ് സൈനിങ് ഓഫ്.